നൈസ് പടമാണ്. അമ്മാരെ വയലൻസ് എല്ലാം നൈസാണ്. ഉണ്ണിമൂന്നൊക്കെ വേറെ ലെവൽ, ഫുൾ ചോര കളിയാണ് എന്റെ അകത്ത്. സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയാണ്ട് ഒരു രക്ഷയില്ല, എത്ര വിചാരിച്ചില്ല. ഫുൾ ചോര, അത് മാത്രമേ ഉള്ളൂ. ബാക്കി കണ്ട ഇന്റർനാഷണൽ ലെവലാണ് ഇട്ടേക്കണത്. കുറച്ച് വയലൻസ് ഉണ്ട്, ക്ലൈമാക്സിൽ കുറച്ച് വയലൻസ് ഉണ്ട്. ഇത് ഞാൻ പറയുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണ്. പടത്തിന്റെ മേക്കിംഗ് ആണെങ്കിലും ഒരു സാധാരണ പ്രേക്ഷകനാണ്. ഇത് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഒരു സാധാരണ ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ പടത്തിന്റെ ലെവല് ഇന്റർനാഷണൽ ലെവലാണ് പടം. ഇത് വേറെ ആരും പറഞ്ഞതല്ല, ഇത് ഞാൻ ടിക്കറ്റ് എടുത്ത് ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് എടുത്ത് എന്റെ സ്വന്തം അഭിപ്രായമാണ്. പടം വേറെ ലെവലാണ്, ഇന്റർനാഷണൽ ലെവലാണ് പടം. പടം ഒരു രക്ഷയില്ല. ക്ലൈമാക്സിൽ കുറച്ച് വയലൻസ് ഉണ്ടെന്നുള്ളൂ, ബാക്കി എവറിത്തിങ് വാസ് ഗുഡ്. ഡയറക്ഷൻ ആണെങ്കിലും പിന്നെ ഒരു പെർഫെക്റ്റ് ഒരു ഫിലിം കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ എന്നൊക്കെ പറയൂലേ, സാധാരണ ഫിലിം പോലെയല്ല. ഇതിന്റെ കോസ്റ്റ്യൂം എല്ലാം ഡിഫൻഡർ ആണ്. ഇതിൽ വരുന്ന വെഹിക്കിൾസ് എല്ലാം ഡിഫൻഡർ ആണ്. പിന്നെ പടം ഒരു രക്ഷയില്ല, ഔട്ട്സ്റ്റാൻഡിംഗ് മൂവി, എവറിത്തിങ് വാസ് ഗുഡ്. നമുക്ക് വയലൻസ് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം, എല്ലാവർക്കും കാണാം. പക്ഷെ വയലൻസ് കുറച്ച് ഉണ്ട് ക്ലൈമാക്സിൽ. ബട്ട് ഫിലിം സൂപ്പർ ഫിലിം. അടിപൊളി. എന്താ പറയുക, മാർക്കും ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ, രോമാഞ്ചായി പോയി, രോമാഞ്ചം. അവര് സിനിമ ഉണ്ണിമൂന്നൻ പിന്നെ ജഗദീശ്വരൻ ഇതുവരെ കാണാത്തൊരു വേഷം അദ്ദേഹം ചെയ്തിരിക്കും. ഫൈറ്റ് ഒക്കെ വേറെ ലെവല്. ത്രില്ലർ മൂവി എന്ന് പറഞ്ഞ ത്രില്ലർ മൂവി. ലാസ്റ്റൊക്കെ ആ വേറെ ലെവലായി നോക്കും. എന്തായാലും മാർക്കും കൊണ്ടുപോയി, കൊണ്ടുപോയി. അതുപോലത്തെ ഗംഭീര പടമാണ്, ഗംഭീര ഫാമിലി ഓഡിയൻസ്, യൂത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. ഫാമിലി യൂത്ത് എല്ലാം വയലൻസ് പറഞ്ഞാൽ കഥയ്ക്ക് അനുയോജ്യമായ കാര്യങ്ങളാണ് ശരി. അല്ലാണ്ട് കഥയ്ക്ക് അനുയോജ്യം കുട്ടികൾക്ക് വയലൻസ് കൂടുതലുണ്ട്. അടിപൊളിയായിരുന്നു. കച്ചി പടം കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ. ഒരു വയലൻസ്, നല്ലൊരു ആക്ഷൻ ഫിലിം, വെയിറ്റ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ്. സ്റ്റണ്ട് ആയാലും ആക്ഷൻ ആയാലും എല്ലാം, വയലൻസ് ആണെങ്കിൽ ഇഷ്ടം മാതിരിയുണ്ട്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. പക്ഷെ ക്യാരക്ടർ ഡെവലപ്മെന്റ് വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇമ്പ്രസീവായി തോന്നിയില്ല. കാരണം നായകന് ഇതിൽ കുറച്ച് ഡൗൺ ആയിപ്പോയി. അവർ ആക്ഷനല്ല സൂപ്പറാണെങ്കിലും ആളുടെ ക്യാരക്ടർ ഒട്ടും ഇതായില്ല. നമുക്കൊരു ഹീറോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയിക് സീൻസ് കുറവാണ്. ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിപ്പോയി, അതിന്റെ അത്രയ്ക്ക് കുറവുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും സൂപ്പറാണ്. ഫാമിലിയുടെ സിനിമ സർട്ടിഫിക്കറ്റ് ആണ് അറിയാം. പക്ഷെ വയലൻസ് നിങ്ങളൊരു കില്ല് പ്രതീക്ഷിച്ച് പോയാൽ പോലും അതിന് മേലെയാണ് വയലൻസ്. നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. അത് ഫാമിലി ആയിട്ടെ ഒരു 18+ ആണെങ്കിൽ പോലും കുറച്ച് സോഫ്റ്റ്വെയർ ആയിട്ട് ആൾക്കാർ പോകാണ്ടിരിക്കുക. കാരണം ഭയങ്കര വയലൻസ് ആണ്, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. മലയാള സിനിമ അല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വയലൻസ് ഇതായിരിക്കും. കാരണം മാതിരി സീൻസ് ഇഷ്ടമാരിയുണ്ട്, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സീൻസ് കുറെ ഉണ്ട്. അത് നല്ല മനക്കട്ടുള്ളവർ മാത്രം കാണണം, അങ്ങനത്തെ ഒരു പടമാണ്. വയലൻസ് സീൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലുള്ള സീൻസ് ഇതിലാണ്. കാരണം നല്ല ഇന്റൻസ് ആണ്. സെക്കൻഡ് ഹാഫില് ക്ലൈമാക്സ് അടക്കുമ്പോൾ കുറച്ച് സീൻസ് ഉണ്ട്. അതാണ് നമുക്ക് ഒട്ടും ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി കില്ലും ആനിമലെല്ലാം അതിന് മാറി നിൽക്കും. ആ ഒരു അത്രയ്ക്ക് വയലൻസ് ആണ്. അതുകൊണ്ട് വയലൻസ് നോക്കി വരുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും സിനിമ. അതിലുള്ള സീൻസ് ഒക്കെ ഉണ്ട്. പടം അടിപൊളിയാണ്. മാസ് അവര് പ്രോമിസ് ചെയ്ത മാസ് എന്തായാലും പടത്തിലുണ്ട്. അപ്പൊ ഒരു ഫാമിലി ഡ്രാമ പോലെയാണ് തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു വെറുതെ റിവഞ്ച് കാണിച്ചാൽ പോരല്ലോ. ആ ഒരു ഇമോഷൻ, നമുക്ക് ആ നായകനോട് ആ ഒരു ഇമോഷൻ നമുക്ക് പേഴ്സണലി ഓഡിയൻസിന് തോന്നണം. അപ്പൊ അതിൽ അവർ നല്ലപോലെ വിജയിച്ചിട്ടുണ്ട്. പടത്തിൽ കുറെ ഹൈ മൊമെന്റ്സ് ഉണ്ടാകുന്ന, അതേപോലെ ചെറിയ ലോ മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ ക്ലൈമാക്സിൽ അതെല്ലാം കവറപ്പ് ചെയ്യുന്നുണ്ട്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരമാണ്. ഇത് സ്ട്രിക്ട്ലി എ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. അപ്പൊ അതറിഞ്ഞ് മാത്രം കാണാൻ വരാം. വയലൻസ് എന്ന് വെച്ചാൽ ബ്രൂട്ടൽ വയലൻസ് ആണ്, നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് കാണാൻ ഞാൻ പറഞ്ഞ പോലെ എ സർട്ടിഫിക്കറ്റ് ആണ്, അറിഞ്ഞിട്ട് മാത്രം കാണാൻ വരാം. കാരണം സ്ട്രിക്ട്ലി 18 അല്ല, ഒരു 21+ ആണെന്ന് പറഞ്ഞാൽ പോലും മോശമില്ല. കാരണം അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ്. ഇപ്പൊ നമ്മൾ കില്ല് എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ കണ്ടു, അതിൽ പോലും കുറച്ച് സ്ട്രേഞ്ചേഴ്സിനാണ് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കൊള്ളുന്ന രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ഇതിന് മനക്കെട്ടി വേണം. പുള്ളിയുടെ ഒരു സ്റ്റാർഡത്തിലേക്കുള്ള ഒരു ഫസ്റ്റ് ജേണി ആയിരിക്കും ചിലപ്പോൾ ഇത്. ഇനി പുള്ളിയുടെ കരിയർ അങ്ങോട്ട് മാറാൻ പോവാണ്. അത്രയും പക്ക, ആ ഒരു സ്ക്രീൻ പ്രസൻസ് ബ്രില്യന്റ് ആണ്. പുള്ളിനെ സ്ക്രീനിൽ കാണിക്കുന്ന ഓരോ മൊമെന്റും നമുക്കൊരു ഗൂസ് മൊമെന്റ് ആണ്. അത്രയും എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി, നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്തൊരു ജഗദീഷ് 3.0 എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വില്ലൻ റോൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് വേറെ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒരു ടോട്ടലി എൻറ്റയർലി ഡിഫറെന്റ് ഗെറ്റപ്പ് തന്നെയായിരുന്നു. അടിപൊളിയായിരുന്നു. മാസ് ഡയലോഗ് പറയണോ?
വിക്ടറിന്റെ കൂടപ്പിറപ്പാണ്. അവനെ ഇല്ലാണ്ടാക്കിയവനെ രക്തം കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. അൻവർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് സീനാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത് ക്ലൈമാക്സ് ഫൈറ്റ് ആണ്. അതെ, ഒന്നും പറയാനില്ല. പുള്ളിയുടെ ബോഡി ഈ ലുക്കിലാണ് വരുന്നത് ക്ലൈമാക്സിൽ. ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒന്നും പറയാനില്ല. പുള്ളി സിക്സ് പാക്ക് ആയിട്ട് ഒരു വലിയൊരു മനുഷ്യൻ, ഒരു ഇന്റർനാഷണൽ ലെവല്. രോമാഞ്ചം വന്നു. രോമാഞ്ചം വന്നു. ക്ലൈമാക്സ് ഫൈറ്റ് ഒന്നും പറയാനില്ല. പുഷ്പയ്ക്ക് ഒരു എതിരാളിയാവുമോ മാർക്കോ? ആവാം. പുഷ്പയുടെ കളക്ഷൻ വെട്ടിക്കാൻ സാധ്യതയുണ്ട്. അത് അറിയത്തില്ല, അതൊരു നമുക്ക് നോക്കാം.